ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വട്ടയപ്പാണ് കേട്ടോ. വട്ടയപ്പം അങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്നതല്ല. ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് സാധാരണ പാതിര കുർബാനയ്ക്കൊന്നും പോകാനായിട്ട് നിൽക്കാറില്ല. കാരണം ഇവിടുത്തെ പാതിര കുർബാന എന്ന് പറയുന്നതിൻ്റെ സമയമാണ് ഒട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നമുക്കൊരു 11:30-12 മണി സമയമൊക്കെ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പുലർച്ചെയാണ് കുർബാനയുടെ സമയം, അതായത് 4 മണിക്ക്. കുർബാന അല്ലാത്ത സമയത്തുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മുടെ മലയാളം കുർബാന കാണുമ്പോഴാണല്ലോ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ആ ഒരു കുർബാന കണ്ടതിൻ്റെ ആ ഒരു ഫീല് ശരിക്കുള്ളൂ. ഭാഗ്യത്തിന് പിന്നെ രണ്ടാളും മക്കള് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണ അവർ ഉറങ്ങുമ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് 11:30-12 മണിക്കായിട്ടാണ് ഉറങ്ങാറുള്ളത്. ഇന്ന് ഈ ഒരു ദിവസം ഇനി നേരത്തെ പോകാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പിടിച്ച് കെടുത്തി. പക്ഷെ ഭാഗ്യത്തിന് അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ രണ്ടാളെയും ഉറക്കണ സമയത്ത് നമ്മൾ പള്ളിയിലേക്ക് പോകാനുള്ള ഡ്രസ്സ് വെച്ചിട്ട് ഞാൻ ഡോൾക്ക് എടുത്തിയത്. അപ്പം പിന്നെ അത് കാരണം അവർ ഉറക്കത്തിൽ ഏൽപ്പിച്ചിട്ട് വേഗം കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നുള്ള കാരണം പിന്നെ അധികം നേരം ഉറങ്ങാനായിട്ടില്ലല്ലോ. അങ്ങനെ പള്ളിയിൽ 4 മണിക്കായിരുന്നു കുർബാന. നമ്മൾ 3:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. 4 മണിക്ക് നേരത്തെ മുന്നേ നമ്മൾ പള്ളിയിലെത്തിയിട്ടു. പക്ഷെ എന്നിട്ടും പള്ളി നിറച്ച് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും വിചാരിച്ച പോലെ നമ്മുടെ ക്രിസ്മസ് കുർബാനയൊക്കെ കാണാനായിട്ട് പറ്റി. നമ്മുടെ മലയാളം കുർബാനയെ കണ്ടിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസിന് 25 നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും അങ്ങനെ നോമ്പുള്ള സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാതിര കുർബാനയ്ക്ക് പോകും. അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വട്ടയപ്പവും പിന്നെ എന്തെങ്കിലും കൂട്ടിയിട്ട് നമ്മുടെ ആ നോമ്പ് വിടാറുള്ളത്. അപ്പം അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ വീട്ടിലെത്തി കുർബാനയൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് വട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ വട്ടയപ്പവും പോർക്കിറച്ചിയൊക്കെ കൂട്ടിയിട്ട് ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് അങ്ങനെ നമ്മുടെ നോമ്പൊക്കെ വീടി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങിയത് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലേറ്റ് ആയിട്ട് എണീറ്റാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് കുട്ടികൾ എണീറ്റ് വന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മക്കളുണ്ടായതിനു ശേഷം ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ, അതായത് ക്രിസ്മസിൻ്റെ അന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സാന്റ കൊടുത്ത പോലെ എന്നുള്ള പോലെ പറഞ്ഞിട്ട് നമ്മൾ ആ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ അവരുടെ ആ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയത് എടുത്ത് നോക്കുമായിരുന്നു എന്താന്നുള്ളതൊക്കെ. അന്നമോൻ്റെ ഗിഫ്റ്റ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കാരണം നമ്മൾ നമ്മുടെ ക്ലോസ് കസിൻസ് എല്ലാവരും കൂടിയിട്ട് ക്രിസ്മസ് ഫ്രണ്ടിന് ഈ വർഷം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നമോൻ്റെ ഗിഫ്റ്റ് അങ്ങനെ നാട്ടിൽ നിന്ന് വന്നു. പിന്നെ ജോക്കുള്ള ഗിഫ്റ്റ് നമ്മൾ വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവർക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ട്രീയുടെ അടുത്ത് വെച്ചത് മക്കൾക്കറിയാം. അപ്പോൾ അവർ എണീറ്റ് വന്നപ്പോൾ അതൊക്കെ എടുത്ത് എന്താന്ന് നോക്കുമായിരുന്നു. അങ്ങനെ ക്രിസ്മസിൻ്റെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് പാതിര കുർബാനയ്ക്കാണ് പോയത്. പാതിര സമയമല്ല, കാലത്ത് പുലർച്ചെ 4 മണിക്കായിരുന്നു ഇവിടുത്തെ കുർബാനയുടെ ഒരു സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ല ക്ഷീണമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ 11:30-12 മണി ആ ഒരു ടൈമാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് വന്നിട്ടായാലും സമയമുണ്ട്. പക്ഷേ ഇതൊരു ഇടയിലുള്ളൊരു സമയമാണല്ലോ. 4 മണിക്ക് പോയിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ട് നമ്മൾ നമ്മുടെ നോമ്പൊക്കെ വീടി, അതായത് നമ്മൾ വട്ടയപ്പവും ഇറച്ചിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങിയത് തന്നെ 7 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ എണീറ്റ് കഴിഞ്ഞിട്ടും ആകെ ഒരു തലയ്ക്കൊരു ഭയങ്കര ഒരു കനം പോലെയൊക്കെ ആകെ ഒരു ബുദ്ധിമുട്ട്. കാരണം ഇത്രയും നേരത്തെ നമ്മൾ എണീറ്റ് ഇപ്പോൾ പള്ളിയിൽ പോയി അങ്ങനെയൊക്കെ ആയിപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും കിടന്നുറങ്ങി. ഇപ്പം സമയം 1:30 ആവാറായി. അപ്പോഴാണ് ഇപ്പോൾ എണീറ്റത്. പിന്നെ നമുക്ക് ഉച്ചയിലത്തെ ക്രിസ്മസ് സ്പെഷ്യൽ നമ്മുടെ ലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ചോറ് നല്ല തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറികളായാലും നമ്മൾ മാത്രമുള്ളൂ, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള സ്പെഷ്യലൊന്നുമില്ല. മീൻ കറി വെച്ചിട്ടുണ്ട്, പിന്നെ പോർക്ക് വരട്ടിയ പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാണുള്ളത്. പിന്നെ നാട്ടിൽ നിന്ന് കട്ട്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട്ലേറ്റും ഉണ്ട്. അപ്പോൾ ബീഫിന് ഇതല്ലേ ബീഫ് കട്ട്ലേറ്റും ഉണ്ട്. ചിക്കൻ മാത്രമാണ് ഇല്ലാത്ത കേട്ടോ. പിന്നെ മീൻകറി, പോർക്ക്. പിന്നെ ഇന്ന് എനിക്ക് ആകെ കൂടിയുള്ള പണി മീൻ വറക്കാനായിട്ടുണ്ട്. അപ്പം അത് ഇന്ന് നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കാമല്ലോ എന്നുള്ളതിൽ വിചാരിച്ചിട്ട് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം മീൻകറി ഓൾറെഡി വെച്ചിട്ടുണ്ട്. മീൻ വറക്കാനുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ആ ഒരു പണി മാത്രമാണ് നമുക്ക് ഇന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കപ്പോൾ മീൻകറി അല്ല, ഫിഷ് ഫ്രൈ ചെയ്യാം. അതൊന്നുമില്ല, മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി മാത്രം. പിന്നെ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ടാണ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് വറക്കുക. അത് മാത്രമുള്ള പണി. ബാക്കി എല്ലാ കറികളും റെഡിയാണ്. പിന്നെ ഇന്നലെ ഞാൻ 2 ഗ്രീൻ ആപ്പിൾ മേടിച്ചിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ആപ്പിൾ അച്ചാറും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ നമ്മൾ ഈ തൈരൊക്കെ ഒഴിച്ചിട്ടൊന്ന് നമ്മുടെ സർലാസ് സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ പണി. അപ്പോൾ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. അപ്പോൾ അത് റെഡിയാക്കിയിട്ട് വേണം നമ്മുടെ ക്രിസ്മസിൻ്റെ ഇന്നത്തെ മെയിൻ നമ്മുടെ ലഞ്ച് കഴിക്കാനായിട്ട്. മീൻകറി ഇന്നലത്തെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ അത്
ഇനി നമ്മൾ ലേറ്റായിട്ടല്ലേ എണീക്കാന്നുള്ള കാരണം അത് ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്തു വെച്ചു, അല്ലെങ്കിൽ ഇനി കേടായി പോയാലോ എന്ന് വെച്ചിട്ട്. ഇത് നമ്മൾ ഇന്നലെ എടുത്തിട്ടില്ല കേട്ടോ, എല്ലാ പണിയും തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ ചെയ്തു. ഇനി ഇന്ന് വെച്ചാലും മതിയായിരുന്നു, പക്ഷെ ഇന്നലെ തന്നെ ചെയ്തു വെച്ചു. എന്തായാലും പണിയെടുക്കാം, അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാൻ വെക്കണം. പിന്നെ ഉള്ളത് മീൻ അങ്ങനെ നമ്മൾ നല്ല പോലെ മസാലയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അധികം നേരമൊന്നും വെക്കണമെന്നില്ല, അപ്പോൾ തന്നെ വറുക്കണമെങ്കിൽ വറുക്കാം. എന്തായാലും നമുക്ക് കഴിക്കാൻ നേരമാവാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് നമുക്കത് വറുക്കാം. ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കഴിച്ചപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആയിട്ടോ. അത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ രാവിലെ നേരം വൈകിട്ടാണല്ലോ ഇതൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി എണീറ്റപ്പം ലേറ്റായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഫുഡ് കഴിക്കുന്ന സമയം കുറച്ച് വൈകിയെന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. പോർക്ക് വരട്ടിയത്, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഇന്നത്തെ ആപ്പിൾ അച്ചാർ, പിന്നെ മീൻകറി, കട്ട്ലേറ്റ് നാട്ടിൽ നിന്നുള്ളത്, പിന്നെ കുറച്ച് ഇങ്ങനെ ബീഫ് ഫ്രൈ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ നമ്മുടെ സാലഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിനായിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ. സ്പെഷ്യൽ എന്നൊന്നും പറയാനില്ല, പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇത്രയും വിഭവങ്ങളുള്ളത്, അത്രമാത്രം. അങ്ങനെ കുട്ടികൾക്കാണെങ്കിലും കുറച്ച് ദിവസം ഇതൊന്നും നമ്മൾ അധികം വാങ്ങിക്കാത്ത കാരണം അവരും ഇന്ന് കഴിക്കാൻ റെഡിയാണ്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ചെറിയൊരു ക്രിസ്മസ് വിശേഷങ്ങൾ. അങ്ങനെ എല്ലാ വർഷവും ക്രിസ്മസിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ കുറച്ച് ഫാമിലി പിക്സ് ഒക്കെ എടുത്തു വെക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ഒരു കളർ തീം എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു വർഷത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ.